പാത്തൂന് ഉറക്കി കിടത്തിയിട്ട് വലിയൊരു യുദ്ധത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. നമ്മളെ യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ തന്നെ അല്ലാതെ എടുക്കുവാന്. എനിക്കിഷ്ടപ്പെട്ടൊരു പടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ബ്രോ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ പടം. രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോഴേ നല്ല വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും തുണിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കഴുകിയിട്ട് രാവിലെ പിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ എളുപ്പപ്പണി. അപ്പോൾ കഞ്ഞിയുടെ തീ കത്തി ചാളി കയറുന്നുണ്ട്. പക്ഷേ ആ കത്തലുണ്ടായിരുന്നല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം മങ്ങിപ്പോയിട്ടോ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് ബാക്കി പരിപാടി നോക്കാൻ വെച്ചു. പാത്രം ഇപ്പോൾ രാത്രിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മക്കൾക്ക് പോകാൻ വേണ്ടി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ പാത്രം. അടുക്കളയിൽ ഏകദേശമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ മെനക്കെടില്ലാത്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ സടപ്പെടാന്ന് കഴുകിയെടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അത്രയും തീ കത്തിയല്ലേ, പെട്ടെന്ന് വെള്ളം ചൂടാകും. അപ്പോൾ അരിയെല്ലാം ഇടാൻ വേണ്ടി എടുത്ത് വെച്ചാൽ കേട്ടോ. ഉപ്പേരിക്ക് വേണ്ടി നോക്കിയപ്പോൾ പച്ചക്കറി ഇതേ അടിയിൽ മൊത്തം ചീഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. മുകളിൽ കണ്ടപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ, ചെകഞ്ഞ് നോക്കിയപ്പോൾ അടിയിൽ മൊത്തം ചീഞ്ഞ് കിടക്കുക. പിക്ക വരുന്നതിന് മുന്നേ വേഗം എടുത്ത് മരണില്ല, എന്നെ ശരിയാക്കും. കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളല്ലോ. അപ്പോൾ നല്ലത് നോക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. വഴുതനങ്ങ വെക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ വഴുതനങ്ങ ഒരെണ്ണ കേടായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഫ്രഷ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി പയറെല്ലാം എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടോ. പയറും ബീൻസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതിൽ നല്ലതൊക്കെ നോക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ മഴയ്ക്ക് ഇങ്ങനെ മൂടി വരുന്നു. നല്ല ഉദിച്ച വെയിലാണ്, ഉറപ്പാണ് മഴയ്ക്ക് മൂടിലുണ്ടാവും. അപ്പോൾ അതവിടെ പകുതിക്ക് ഞാൻ നിർത്തിയിട്ട് വേഗം ഉണങ്ങിയ തുണിയെല്ലാം വേഗം പെറുക്കിയെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുറ്റമൊന്നും അടിച്ചു വരിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തായാലും പിള്ളേർക്ക് സ്കൂൾ അവധിയല്ലേ. അപ്പോൾ നാളെ മക്കളെയും കൂടെ കൂട്ടി ചേർത്തിട്ടൊന്നും മുറ്റമെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. മൊത്തം ചപ്പ് വീണ് കിടക്കാട്ടോ, ഇറങ്ങാൻ പോലും പറ്റില്ല. മണ്ണ് ഏതാ നമുക്ക് തപ്പിയെടുക്കണം. അപ്പോൾ ഞാൻ അതേ നല്ലത് നോക്കി അതിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ എന്താ വെച്ചു നമ്മൾ വേപ്പിൻ്റെലൊക്കെ ഇട്ട് എടുക്കാമെന്ന് വെച്ചു. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിനെ വളമെന്ന് പറഞ്ഞ സത്യമല്ലേ. അപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കിടക്കട്ടെ വെച്ചു. അപ്പോൾ നല്ലത് നോക്കി ഞാൻ എടുത്തുള്ളത് കുരുവായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ഉണ്ട്, പയറുണ്ട്, ഒക്കെ മിക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുരു പോകാണ്ടിരിക്കാൻ ഞാൻ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. കഴുകി എടുത്തിട്ടുണ്ട്. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങൾ കാണുന്നവർ പകുതിയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം തിളച്ച് മറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ കേട്ടാട്ടോ, തിളച്ച് മറിയരുത്, അഥവാ സമയമില്ലെങ്കിൽ ഒരു അരിയെങ്കിലും ആ വെള്ളത്തിൽ ഇടണം എന്നൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാനിപ്പോൾ തിളച്ച് മറിയും. അപ്പോൾ ഞാനത് അരിയുന്നതിന് മുന്നേ വേഗം അരി ഇട്ട് വെച്ചേക്കാന്ന് വെച്ചു. ഒന്ന് തിളച്ചാൽ പിന്നെ കണലിലാണെങ്കിലും കിടന്ന് ആയിക്കോളല്ലോ. അപ്പോൾ ഇത് വേഗം ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. പാത്തുമ്മ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. അവൾ എണീക്കുന്നതിന് മുന്നേ ഈ അരിച്ചിലൊക്കെ ആക്കണം. അപ്പോൾ ഞാൻ കറിയൊന്നുമില്ല കേട്ടോ, സവോള ഒന്ന് അരിഞ്ഞതിൻ്റെ റിയാക്ഷനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ താളിക്കാനുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, പെര തൂക്കലൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഇനി കുറച്ച് നേരം പോയി ഫോണിൽ തോണ്ടിയിരിക്കണം, അതാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു വീട്ടിൽ നമുക്ക് പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ.